ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടിപ്സുമായിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കരി പിടിച്ച പാത്രം, അതുപോലെ ഒരുപാട് പഴക്കമുള്ള പാത്രം, അടുക്കി പിടിച്ച പാത്രം, ഓട്ടുപാത്രം, ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ കുറച്ച് ഓയിലി ആയിട്ടുള്ള എണ്ണയൊക്കെ പുരണ്ടിരിക്കുന്ന പാത്രം, ഇങ്ങനത്തെയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പൗഡറാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് സബീന പൗഡർ എന്ന് പറയുന്ന ഒരു പൗഡറാണ്, നമ്മളെ ഡിഷ് വാഷ് പൗഡറാണ്. ഇതൊരു 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഇത്. പക്ഷേ ഈ ഒരു 500 ഗ്രാമിന് ഇതിൻ്റെ വില എന്ന് പറയുന്നത് വെറും 15 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ 15 രൂപയ്ക്ക് ഈ ഒരു പൊടി നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഈ ക്ലീനിങ് പാത്രങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കുറച്ച് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊടി കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതുപോലുള്ള ഒരു തുണിയാണ് കേട്ടോ. ഒന്നിൽ പോളിസ്റ്ററിൻ്റെ തുണി, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തുണിയൊക്കെയാണ് ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് കഴുകാനൊരു, എനിക്കതാണ് കൂടുതൽ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. കുപ്പിയൊക്കെ കഴുകുമ്പോൾ, വാട്ടർ ബോട്ടിലൊക്കെ കഴുകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് അതാണ് എനിക്കൊരു നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതാണ് എടുക്കാറുള്ളത്. പിന്നെ ഞാൻ ഇപ്പോൾ എടുക്കുന്ന തുണിയൊന്ന് നനച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സോപ്പ് ഞാൻ ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന സോപ്പ് പിസ്ത സോപ്പാണ്. തുണിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ആ ഒരു സോപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ പാത്രം കുറച്ച് കറയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പൊടി ഇതിലേക്ക് തുണിയിൽ ഒന്ന് ആക്കിയതിന് ശേഷം ഇതേപോലെ ഇങ്ങോട്ട് ജസ്റ്റ് നമ്മൾ സാധാരണ പാത്രമൊക്കെ കഴുകുന്ന ആ ഒരു രീതിക്ക് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചെടുത്താൽ മാത്രം മതി. വളരെ ക്ലീനായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു കപ്പ് കാണുമ്പോൾ ഇത് ദിവസം ഉപയോഗിക്കുന്ന കപ്പാണ്. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും, ഒരുപാട് കറ ഇങ്ങോട്ട് പിടിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദിവസവും ഇത് ക്ലീൻ ചെയ്യുന്നതായിരിക്കും, സോപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ്, ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതങ്ങനെ വെറുതെ അങ്ങോട്ട് ക്ലീൻ ചെയ്താൽ അതങ്ങോട്ട് അതിലുള്ള കറകളൊക്കെ അങ്ങോട്ട് കുറേ നാളൊക്കെ കഴിയുമ്പോൾ അതങ്ങനെ പോകണമെന്നില്ല. അപ്പോൾ ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട്, വളരെ പെട്ടെന്ന് തന്നെ പാത്രം നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കപ്പിൻ്റെ ഈ സൈഡിലുള്ള ഈ ഭാഗമൊക്കെ ഒന്ന് ബ്രഷ് കൊണ്ടൊക്കെ ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സൈഡിലുള്ള ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ക്ലീനായി കിട്ടും കേട്ടോ. നല്ല തിളക്കത്തോടു കൂടി നമുക്കിത് കിട്ടും കേട്ടോ. അത്രയ്ക്കും ഷൈനി ആയിട്ടായിരിക്കും നമ്മുടെ പാത്രം കിട്ടുന്നത്. കണ്ടില്ലേ, ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഒരുപാട് പഴക്കമുള്ള ഗ്ലാസ്സാണ്, നിറം മങ്ങി ആകെ അങ്ങോട്ട് ആയ ഒരു ഗ്ലാസ്സാണ് കേട്ടോ. നമ്മൾ ഡെയിലിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെയുള്ള ഗ്ലാസ്സുകളൊക്കെ ആണെങ്കിലും അതിൻ്റെ നിറമൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് നമ്മളിതാ ജസ്റ്റ് ഇതുപോലെ ഇങ്ങോട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലീനായിട്ട് നല്ല തിളക്കത്തോടു കൂടി നല്ല പുത്തനായിട്ട് നമുക്ക് ഗ്ലാസിൻ്റെ പാത്രങ്ങളാണെങ്കിൽ പോലും നമുക്ക് കിട്ടും. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. നമുക്കങ്ങനെ ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. നല്ല തിളക്കത്തോടു കൂടി തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു കപ്പ് നോക്കിയേ, ഇതിൻ്റെ ഈ സൈഡിലുള്ള ഭാഗത്തൊക്കെ ഒരുപാട് കറ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ പിടിയുടെ ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് കറ ഇങ്ങോട്ട് പറ്റി പിടിച്ച് ഇരിക്കുന്നുണ്ട്. ചെളി, കറ, ഇതൊക്കെയാണ്. ഇതൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രമാണ് കേട്ടോ, ഈ ഗ്ലാസ് അതുപോലെ ഈ കപ്പുകളൊക്കെ. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാരണ സോപ്പ് വെച്ചിട്ടോ ഒക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിലും അതങ്ങനെ പോകണമെന്നില്ല. കുറേ നാൾ കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങോട്ട് ആയി വരും. എന്തായാലും എല്ലാവരുടെ വീട്ടിലും 1-2 പാത്രങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പൊടി വെച്ചിട്ട് ഈ പറയുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഈ കപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത്, ഈ പിടിയുടെ ഭാഗത്തൊക്കെ ഈ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരച്ചതിന് ശേഷം കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലീനായിട്ട്, വളരെ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഒരൊറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഈ പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇത് ഉപേക്ഷിക്കില്ല. ഇപ്പോൾ നോക്കിയത് ഈ പുട്ടുകുറ്റിയാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഒരുപാട് അങ്ങോട്ട് കറ പിടിച്ച് ആകെ അങ്ങോട്ട് ചുമന്ന് ഒരു വൃത്തികെട്ട രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് തന്നെയാണ്, ഞാൻ ഡെയിലി കഴുകുന്നതുമാണ്. പക്ഷേ അത് സോപ്പ് ഉപയോഗിച്ചൊക്കെയാണ് കഴുകിയെടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ള ലിക്വിഡ് ഫോമിലുള്ളതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഷ് വാഷ് ബാറൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് അതിനേക്കാട്ടിലൊക്കെ ഒരുപാട് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളൊരു പൗഡറാണ് ഈ പൗഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഒരുപാട് കറയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അതും നമുക്കൊന്ന് കഴുകി നോക്കാം. കണ്ടില്ലേ, നല്ല തിളക്കത്തോട് കൂടി കിട്ടിയിട്ടുണ്ട്. ഇതൊരു അടപ്പ്
പാത്രമാണ് കേട്ടോ. ഇതിൽ നിറയെ തുരുമ്പിൻ്റെ അംശമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നാൾ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചിരുന്ന പാത്രം ആയിരുന്നു കേട്ടോ ഇത്. അതിലൊരുപാട് പൊടിയൊക്കെ പറ്റി പിടിച്ച് അതങ്ങോട്ട് ആകെ അങ്ങോട്ട് തുരുമ്പ് പിടിച്ച പോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു വക്കിലൊക്കെ നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു തുരുമ്പിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൗഡർ വളരെ നല്ലതാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ സാധാരണ പാത്രം കഴുകുന്നത് പോലെ അങ്ങോട്ട് ഒന്ന് ഉരച്ചങ്ങോട്ട് കഴുകിയാൽ മാത്രം മതി. ആ ഒരു ഒറ്റ യൂസിൽ തന്നെ നമുക്കതങ്ങോട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി കിട്ടും. അപ്പോൾ ഈ ഒരു പാത്രം നോക്കിയേ, ഒരുപാട് പഴക്കമുള്ള പാത്രമാണ് കേട്ടോ ഈ പാത്രം എന്ന് പറയുന്നത്. ഒരുപാട് അങ്ങോട്ട് കറ പിടിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള പാത്രങ്ങളും നമുക്ക് വളരെ ക്ലീനാക്കി എടുക്കാൻ ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴുകുന്നത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മാത്രമാണ്. ജസ്റ്റ് ആ പൊടിയിൽ ചെറുതായിട്ടൊന്ന് പൊടിയിലൊന്ന് മുക്കുന്നുണ്ട് തുണി. അതിന് ശേഷം ഇതുപോലെ ഇങ്ങോട്ട് വെറുതെ ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി. നമ്മളങ്ങോട്ട് ബലം പ്രയോഗിക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെക്കുമ്പോഴും ഒക്കെ ഇതുപോലെയുള്ള കറകളൊക്കെ പറ്റി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും മരുന്നൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുകയോ കുളിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ തിളപ്പിക്കില്ലേ, അപ്പോഴൊക്കെ ഇതുപോലെ കറയൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊടി വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു പാത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, വളരെ ക്ലീനായിട്ട് നല്ല തിളക്കത്തോടു കൂടി തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഈ ഒരു പാത്രം എന്ന് പറയുന്നത് അടുക്കി പിടിച്ചിരിക്കുന്നതാണ്. ഇത് കറി ഞാൻ ചൂടാക്കാൻ വേണ്ടി തലേ ദിവസത്തെ കറിയായിരുന്നു, ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ്. അതങ്ങോട്ട് അടുക്കി പിടിച്ച് പോയി. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ആക്കാം. എന്തായാലും നമ്മൾ ഇങ്ങനെ അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അടിവശത്ത് ഒരു പ്രത്യേക കളറ്, ആ കരിയൊക്കെ പോയാൽ പോലും അടുക്കി പിടിച്ചതൊക്കെ പോയാൽ പോലും ഒരു പ്രത്യേക കളർ അവിടെ ഇങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കളയാൻ അത് വളരെ പെട്ടെന്ന് തന്നെ വളരെ എന്താ പറയുക, വളരെ നല്ല രീതിയിൽ തന്നെ പോയി പാത്രം നല്ല പുത്തം പോലെ ഇരിക്കാനും ഈ ഒരു പൊടി നമുക്ക് എടുക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. ഒരു പാടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ അവശേഷിക്കാതെ തന്നെ കണ്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു കുപ്പി ഞാൻ എണ്ണ ഒഴിച്ച് വെക്കുന്ന കുപ്പിയാണ്, വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്ന കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് തീർന്നു കഴിയുമ്പോൾ ഞാൻ കുപ്പി വീണ്ടും കഴുകിയിട്ടൊക്കെയാണ് ഞാൻ പുതിയത് അതിലേക്ക് ഒഴിക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു കുപ്പിയിലുള്ള ഈ എണ്ണമയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ കുറച്ച് പൊടി അതിലേക്ക് ഇട്ടിട്ട് ഞാൻ ആ കുപ്പിയിലേക്ക് ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പം സ്റ്റീലിൻ്റെ കുപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് കുറച്ചൊരു 5-10 മിനിറ്റ് നമ്മളത് അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ്. ഇത് ഞാൻ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എണ്ണ എടുക്കുന്ന കുപ്പിയാണ് കേട്ടോ, കാച്ചിയ എണ്ണയൊക്കെ എടുക്കുന്ന കുപ്പിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു പൊടി, ഇതിപ്പോൾ ഞാനിത് ഇതിൻ്റെ കുപ്പിയുടെ വായ്വട്ടം കുറച്ച് ചെറുതാണല്ലോ, അപ്പോൾ ഈ ഒരു പൊടി ഞാനിത് വെള്ളത്തിലിങ്ങനെ കലക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല നമുക്ക് ചൂടുവെള്ളം പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ആയതുകൊണ്ട് തന്നെ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറഞ്ഞ ചൂടേ ഇതിൽ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്യുക. അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് ഒരല്പസമയം വെക്കണം കേട്ടോ, ഒരു 5 മിനിറ്റൊക്കെ വെക്കണം. ഈ വിളക്ക്, ഈ നിലവിളക്ക് കണ്ടില്ലേ, ഈ വിളക്കിൽ ഒരുപാട് എണ്ണമയോ അതുപോലെ തന്നെ കത്തിച്ചതിൻ്റെ ആ ഒരു പാടും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓട്ടുപാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പൊടി വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വിളക്ക് കഴുകാൻ വേണ്ടിയിട്ട് തുണിയോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ അങ്ങനെയുള്ള വേറെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു പൊടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് കുറച്ച് നമ്മുടെ ഹാൻഡ് വാഷ് ഞാൻ കുറച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലിങ്ങനെ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എൻ്റെ ഈ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് അങ്ങോട്ട് പറ്റി പിടിച്ച എണ്ണമയോ അതൊന്നും അധികമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതിലുള്ള ആ കരിയൊക്കെ നമ്മുടെ കയ്യിന് അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കയ്യിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കൈ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പൊടി മാത്രം ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. അവസാനം കുറച്ച് സോപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഈ വിളക്കിൻ്റെ ഈ ഒരു ഭാഗങ്ങളെല്ലാം ഞാനൊന്ന് അഴിച്ചിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ് കേട്ടോ ഇത്. ഈ ഒരു ഓട്ടുപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നതൊക്കെ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും. നല്ല തിളക്കത്തോടു കൂടി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നോക്കിയേ, ജസ്റ്റ് ഒന്ന് കുലുക്കി കഴുകിയാൽ മാത്രം മതി, നല്ല ക്ലീനായിട്ട് നമുക്ക് കുപ്പി കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, കുപ്പി നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കുപ്പിയുടെ ആ ഒരു പുറകു വശമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഈ ഒരു വശമൊക്കെ നമ്മൾ സോപ്പിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം.
അത്രയേ ഉള്ളൂ പണി. ഇനിയിപ്പോൾ ഇത് നമ്മൾ കുട്ടികൾ വെള്ളം കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലാണ്. അത് ഇതുപോലെ തന്നെ എന്തായാലും ആ വെള്ളമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചൊക്കെ ഒരു കറയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. അതുപോലെ തന്നെ എണ്ണമെഴുക്കൊക്കെയുള്ള പാത്രങ്ങളൊക്കെ ഇതുപോലെയുള്ള കുപ്പികളൊക്കെ എണ്ണമെഴുക്കുള്ള കുപ്പികളൊക്കെ കഴുകിയെടുക്കാൻ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും. അതിൽ ഒട്ടും എണ്ണമെഴുക്കൊന്നുമില്ലാതെ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ നോക്കിയേ, ഇത് കരി പിടിച്ചിരിക്കുന്ന കലമാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഞാൻ ചോറ് വയ്ക്കുന്ന കലമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കമ്പിച്ചകിരി ഇട്ടിട്ട് കുറച്ച് സോപ്പാക്കിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടോ ഒക്കെ നമ്മളിങ്ങനെ കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കരി മുഴുവനൊന്നും അങ്ങോട്ട് പോയി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പൊടി ഇതുപോലെ ഇങ്ങോട്ട് കുറച്ചങ്ങോട്ട് വിതറിയിടുക. അതിനുശേഷം ഈ ചകിരിയിൽ ഇതാ കുറച്ച് സോപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കരി നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കൈ എന്തായാലും കുറച്ചൊന്ന് കരിയൊക്കെ പിടിച്ചാൽ മോശമാവില്ലേ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോപ്പ് കൂടി ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന രീതിയിൽ തന്നെ ഇതുപോലെ ഇങ്ങോട്ട് വരച്ച് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഞാൻ കഴുകിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എത്രത്തോളം പോയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ ചകിരിയിലുള്ള പൊടി കരിയൊക്കെ കളയാം. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും പോയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകിയെടുക്കാം. അങ്ങനെ ബലം പ്രയോഗിച്ച് ഉരക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് സാധാരണ കഴുകുന്ന രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഏകദേശം ഇപ്പോൾ ഇത് കഴുകിയെടുക്കാൻ വേണ്ടി കണ്ടില്ലേ, ഇപ്പോൾ ഒരു 3/4 ഭാഗത്തിലധികം തന്നെ പോയിട്ടുണ്ട്. ഇനി ഇതാ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഉരച്ചൊന്ന് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കി, വളരെ ക്ലീനായിട്ട് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് നമ്മൾ സാധാരണ കഴുകുന്ന പോലെ കഴുകിയെടുക്കാം. അപ്പോൾ ഈ ഒരു കരി കളയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സമയം ഏകദേശം ഒരു 3 മിനിറ്റ് അത്രയ്ക്കേ വേണ്ടി വന്നിട്ടുള്ളൂ. ഇത്രയും കരി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും നല്ല ഇതേപോലെ ഇങ്ങോട്ട് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആ കരിയൊക്കെ അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ. അത്രയും വളരെ നല്ലതായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പൈപ്പിൻ്റെ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ സിങ്ക് അതുപോലെ തന്നെ നമ്മുടെ ആ ടൈൽസിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് കറയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കറയും കണ്ടില്ലേ, ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, കറയൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതെല്ലാം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. ഒന്ന് ഉരച്ചിട്ട് തുണി കൊണ്ടോ ഇനിയിപ്പോൾ ചകിരി കൊണ്ടോ ഒക്കെ ഉരച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലീനിങ് ചെയ്യാൻ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പാത്രം ആയാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയാലും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പൗഡറാണ് കേട്ടോ ഈ സബേന പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു 17 വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഡെയിലി ഒന്നും ഞാൻ അങ്ങോട്ട് എടുക്കാറില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ ഞാനിത് എടുക്കാറുള്ളൂ. ഞാൻ അഥവാ അപ്പോൾ അടുക്കി പിടിക്കുക അല്ലെങ്കിൽ ഒരുപാട് എണ്ണമെഴുക്കൊക്കെ ഉള്ള ഒരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊക്കെയാണ് ഞാനിത് എടുക്കാറുള്ളൂ കേട്ടോ. അത്ര തന്നെ മതി. അങ്ങനെയൊക്കെ ആയാൽ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഈ പൊടി നിങ്ങൾ ആരും ഇതുവരെ ഉപയോഗിക്കാത്തവർ ഉണ്ടെങ്കിൽ ഈ പൊടി ഒന്ന് വാങ്ങിച്ചു വെച്ചോളൂ. വളരെ വില കുറവാണ്. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങളാണെന്നുണ്ടെങ്കിലോ വളരെയേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉപയോഗങ്ങൾ മാത്രമല്ല ഉള്ളത്, ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ ആയിട്ട് ഞാനതൊക്കെ ഇങ്ങനെ കുറേശ്ശൊക്കെ ആയിട്ട് അങ്ങനെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നിലവിളക്കൊക്കെ നന്നായിട്ട് തിളങ്ങുന്നുണ്ടല്ലേ, നല്ല വൃത്തിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പൊടി ഉപയോഗിക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങി വെച്ചോളൂ. അപ്പോൾ പലരും എടുക്കുന്നുണ്ടായിരിക്കും, അവർ ഇത് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. ഉപയോഗിക്കാത്തവരെല്ലാവരും ഒന്ന് ഒരു പാക്കറ്റെങ്കിലും നിങ്ങളൊന്ന് വാങ്ങി നോക്കുക. എന്തായാലും നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയ കാര്യങ്ങളുമായിട്ട് കുറച്ച് ടിപ്സുകളും റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.